നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് കോഴിക്കോട് കുറ്റിച്ചിറയിലെ മിഷ്കാൽ പള്ളിയിലാണ്. ഈ പള്ളിയെക്കുറിച്ച് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കോഴിക്കോടിൻ്റെ ഹൃദയഭാഗമായ കുറ്റിച്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന മിഷ്കാൽ ജുമാഅത്ത് പള്ളി കോഴിക്കോടുള്ള അതിപ്രാചീന പള്ളികളിലൊന്നാണ്. കടൽ തീരത്തിനടുത്ത് കടപ്പുറത്ത് നിന്ന് കേവലം 1/2 കിലോമീറ്റർ മാത്രം അകലത്തിൽ സ്ഥിതി ചെയ്യുന്നു. 700 വർഷം പഴക്കമുള്ള ഈ പള്ളി പ്രമുഖ അറബി വ്യാപാരിയായിരുന്ന മിഷ്കാൽ നഹൂദയായിരുന്നു പണിതത്. അദ്ദേഹത്തിന്റെ പേരിലാണ് പിന്നീട് പള്ളി അറിയപ്പെട്ടത്. തുറസായ സ്ഥലത്ത് പ്രതലമായി ഉയർന്നു നിൽക്കുന്ന കെട്ടിടമാണ് മിഷ്കാൽ പള്ളി. പള്ളിയുടെ അടിത്തറ ചതുരക്കല്ലുകളാൽ നിർമ്മിതമാണ്. 4 പടവുകളുള്ള രീതിയിൽ ചുറ്റപ്പെട്ട രീതിയിലായിരുന്നു അതിൻ്റെ ആദ്യകാല രൂപം. 4 ഭാഗവും നിരത്തുകളുള്ള ഒരേ ഒരു പള്ളിയാണിത്. അതുകൊണ്ട് തന്നെ പള്ളിയുടെ 4 ഭാഗത്തും പ്രവേശന കവാടമുണ്ട്. അർദ്ധവൃത്താകൃതിയിലുള്ളവയാണ് കവാടങ്ങൾ. മേൽക്കൂര ചുറ്റുമതിലുകളാലും മരത്തൂണുകളാലും താങ്ങി നിർത്തപ്പെട്ടിരിക്കുന്നു. മിഷ്കാൽ പള്ളി ഒരു ചരിത്ര സംഭവമാണ്. അതിൻ്റെ കെട്ടിടം അത്യത്ഭുത സമഗ്രമായ ദാരുശില്പമാണ്. സവിശേഷമായ നിർമ്മാണ ശൈലിയാണ് അതിനെ ശാശ്വതമായി നിലനിർത്തുന്നത്. വർദ്ധമാനമായ ഉയരത്തിൽ നിന്ന് ചെങ്കുത്തായ ചെരിവോട് കൂടിയ മേൽക്കൂരയെ താങ്ങാൻ വിസ്താരമുള്ള മരപ്പലകകളുണ്ട്. തദ്ദേശീയമായി ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഭിത്തികൾ വണ്ണമുള്ള ചെങ്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചവയായിരുന്നു. കുമ്മായക്കൂട്ടായിരുന്നു കൽപ്പണിക്കും തീപ്പിനും ഉപയോഗിച്ചത്. ചെരിവുള്ള മേൽക്കൂര കഴുക്കോലുകൾ ഒരു പ്രത്യേക രീതിയിൽ ഘടിപ്പിച്ച് അതിന്മേൽ പട്ടികകൾ തറച്ച് മംഗലാപുരം ഓടുകൾ വേഞ്ഞതായിരുന്നു. തദ്ദേശീയ കാലാവസ്ഥക്കനുസൃതമായ വിധത്തിലാണ് നിർമ്മാണം സംവിധാനം ചെയ്തിരിക്കുന്നത്. 1.3 മീറ്റർ വീതിയിലുള്ള ഇടനാഴികൾ പള്ളിയുടെ തെക്കും വടക്കും പടിഞ്ഞാറും ഭാഗങ്ങളിലുണ്ട്. ഈ ഇടനാഴി കടന്ന് മറ്റൊരു വാതിലിലൂടെയാണ് പള്ളിയിലേക്ക് പ്രവേശിക്കേണ്ടത്. കിഴക്ക് ഭാഗത്തെ ഇടനാഴിക്ക് 3 മീറ്റർ അകലമുണ്ട്. പള്ളിയുടെ മുൻഭാഗം ഇവിടെയാണ്. പള്ളിയുടെ താഴെ നില പുറംപള്ളി എന്നും അകംപള്ളി എന്നും 2ആയി വിഭജിച്ചിട്ടുണ്ട്. 2 ഭാഗത്തും മേൽത്തട്ടുമായി ബന്ധിപ്പിച്ചുകൊണ്ട് തേക്ക് കൊണ്ട് നിർമ്മിച്ച തൂണുകൾ അടുത്തടുത്തായി വിന്യസിപ്പിച്ചിട്ടുണ്ട്. തൂണിൻ്റെ സ്തംഭങ്ങൾ ചതുരാകൃതിയിലും അഷ്ടകോണാകൃതിയിലും മാറി മാറി താഴെ നിന്ന് മുകളിൽ വരെ മനോഹരമായി കൊത്തുപണികൾ ചെയ്ത് വിന്യസിപ്പിച്ചിട്ടുണ്ട്. മരത്തിൻ്റെ മേൽത്തട്ട് 3 മീറ്റർ ഉയരത്തിലാണുള്ളത്. മരത്തിൽ വളരെ സങ്കീർണമായ കുത്തുപണി നടത്തിയിട്ടുള്ള മിമ്പർ പ്രസംഗപീഠം മിഹ്റാബിനടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രസംഗപീഠത്തിലേക്ക് കയറാൻ 5 പടികളുണ്ട്. പടികളെയും പീഠത്തെയും ആവരണം ചെയ്ത് ഒരു മേലാപ്പമുണ്ട്. മേലാപ്പിനെ താങ്ങി നിർത്തുന്നത് അലങ്കൃതങ്ങളായ 6 തൂണുകളാണ്. ഖാസിമാർക്ക് കോടതികളിലും മറ്റും പോകുവാൻ ഉപയോഗിച്ചിരുന്ന പല്ലക്കും മാസപ്പിറവിയും മറ്റ് വിശേഷങ്ങളും അറിയിക്കുവാൻ ഉപയോഗിക്കുന്ന തമ്പാറും ഇപ്പോൾ പള്ളിയിലുണ്ട്. ഒന്നിടവിട്ടുള്ള അർദ്ധവൃത്താകൃതിയിലുള്ള കമാനങ്ങളോട് കൂടിയ കവാടങ്ങളും അവയ്ക്ക് സമീപമായി സമാനാകൃതിയിലുള്ള ചെറിയ ഭിത്തിമാടങ്ങളും ഈ സ്മാരക മന്ദിരത്തിന് അനുപമമായ സൗന്ദര്യ സങ്കല്പം പ്രദാനം ചെയ്യുന്നു. ഈ കൊച്ചു മാടങ്ങൾക്ക് ആദ്യകാലത്ത് അകത്തേക്ക് തുറക്കാവുന്ന പൊളികൾ ഉണ്ടായിരുന്നു. അകത്തെ മുറിയിലിരുന്നവർ ശുദ്ധവായു ശ്വസിച്ച് ഖുർആൻ പാരായണം നടത്തിയിരുന്നത് ഈ മാടങ്ങൾക്ക് പിന്നിലിരുന്നിട്ടായിരുന്നു. പള്ളിയുടെ വടക്ക് ഭാഗത്ത് 7x5 മീറ്റർ വിസ്തൃതിയിൽ അംഗശുദ്ധി വരുത്താനുള്ള ഒരു ഹൗളും കാണാം. നിലവിലുള്ള ഹൗള് കുറച്ചു കാലം മുമ്പ് വലിപ്പം കൂട്ടിയതാണ്. അതുപോലെ കിഴക്ക് ഭാഗത്ത് വുളു ചെയ്യാനുള്ള സൗകര്യത്തിന് ടേപ്പുകൾ വേറെയും വെച്ചിട്ടുണ്ട്. ഹിജറ 915 റമളാൻ 22-ന്, അതായത് 1510 ജനുവരി 3-ന് വ്യാഴാഴ്ച പോർച്ചുഗീസുകാർ പള്ളി ആക്രമിക്കുകയും തീവെച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ ശ്രമം മുസ്ലിങ്ങളും സാമുദരി രാജാവിൻ്റെ നായർ പടയാളികളും ചെറുത്തു. ആക്രമണ ഫലമായി വെള്ളിയാഴ്ച ഖുതുബ നടത്താൻ ഖാസി ഉപയോഗിക്കുന്ന മിമ്പർ കത്തി ചാമ്പലാവുകയുണ്ടായി. പള്ളിയുടെ പല ഭാഗങ്ങൾക്കും കേടു സംഭവിച്ചു. അധിനിവേശ ശക്തിക്കെതിരെ മലബാറിലെ 2 പ്രബല സമുദായങ്ങൾ ഐക്യപ്പെട്ടതിൻ്റെ വിജയഫലമായിരുന്നു പിന്നീട് 1570-ൽ
ചാലിയങ്കോട്ട പിടിച്ചെടുക്കാൻ സാമൂതിരിക്ക് സാധിച്ചത്. സാമൂതിരി രാജാവിൻ്റെ മുസ്ലിം നായർ പടയാളികൾ സംയുക്തമായി പോർച്ചുഗീസുകാർക്കെതിരായി പടവെട്ടുകയും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്തു. പോർച്ചുഗീസുകാരുടെ അഭിമാന സ്തംഭമായ ചാലിയം കോട്ട സാമൂതിരി സൈന്യങ്ങൾ പിടിച്ചെടുക്കുകയും അതിൻ്റെ മരങ്ങളും മറ്റും ഉപയോഗിച്ച് മിഷ്കാൽ പള്ളിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതായും ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. കുറ്റിച്ചിറക്കുളം പള്ളി നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ചേരിക്കുഴി എന്നായിരുന്നു. ഒരു താഴ്ന്ന പ്രദേശമായിരുന്നു ഈ സ്ഥലം. തൊട്ടടുത്ത സ്ഥലത്തു നിന്നും മണ്ണെടുത്താണ് ഈ ചേരിക്കുഴിപ്പറമ്പ് നികത്തിയെടുത്തത്. പള്ളിക്ക് മണ്ണെടുത്ത കുഴിയാണ് അന്നത്തെ സാമൂതിരിയുടെ നിർദ്ദേശപ്രകാരം ഒരു കുളമായി മാറ്റിയത്. ഇന്നത്തെ കുറ്റിച്ചിറക്കുളം എന്ന് പറയുന്നത് ഈ കുളത്തിനെയാണ്.